ചൊല്ലി തിരിച്ചു തന്നില്ലെങ്കിൽ എന്റെ ഇണപക്ഷി അല്ല നിശ്ചയം. ഇത് ഒരുപാട് വരികളുള്ള ഒരു പാട്ടാണ്. ചരിത്രം ഇതിന് മൊയ്യൻപള്ളി വൈദ്യരാണ് ആദ്യമായിട്ട് പ്രേമകാവ്യം മലയാളത്തിൽ എഴുതിയത്. അതിനു മുമ്പൊക്കെ യഥാർത്ഥത്തിൽ കാമവും വിവാഹവും അല്ലാതെ പ്രേമം എന്ന ഒരു വികാരത്തെ സാഹിത്യത്തിൽ ഉൾക്കൊണ്ടിട്ടില്ല, പാട്ടിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളത് മലയാള സാഹിത്യ ചരിത്രം മനസ്സിലാക്കിയാൽ അറിയാം. മൊയ്യൻപള്ളി വൈദ്യർക്ക് ശേഷം ആണ് കുമാരനാശാൻ പ്രേമത്തെ കുറിച്ച് പാടിയത്. ലീലയായാലും ആ കവികൾ അങ്ങനെയാണ് രമണൻ ചങ്ങമുടെ. പക്ഷേ ആ ഏകദേശം തിരുവനന്തപുരത്തിന്റെ ആ കാലഘട്ടത്തിൽ എഴുതിയ മാപ്പിളപ്പാട്ട് വലിയ കുറിച്ച് ആ പ്രേമകാവ്യം, അതിൻ്റെ കാവ്യശില്പം, അതിൻ്റെ ഈശ്വരങ്ങൾ, വൃത്തങ്ങൾ, താളങ്ങൾ മലയാള സാഹിത്യത്തിൽ എന്നെന്നും നിലനിൽക്കുന്നതാണ്. അപ്പോൾ മലയാളത്തിലെ കിളിപ്പാട്ടുകൾ തെറ്റുപറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് പക്ഷികളെ കൊണ്ട് പാടിക്കുന്ന പക്ഷികൾ കഥ പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടുകൾ അങ്ങനെയാണ്. ആ കാലഘട്ടത്തിലാണ് മാപ്പിള സാഹിത്യത്തിൽ പക്ഷിപ്പാട്ടുകൾ എന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെ ഉണ്ടായത്. വൈകാരികാവസ്ഥയും ബോധതലങ്ങളും പക്ഷിയെ കൊണ്ട് പറയുകയും മനോഹരമായിട്ടുള്ള കഥ പറയുകയും ചെയ്യുന്ന ഒരു സാഹിത്യ രൂപമായിരുന്നു പക്ഷിപ്പാടലും ചെളിപ്പാടലും ഉണ്ടായിരുന്നത്. അപ്പൊ അതിൻ്റെ നമ്മളൊരു കാലഘട്ടം എഴുതുമ്പോൾ നമ്മുടെ എന്താണ് എഴുത്തുകാരുടെ ചിന്താരീതിയും എഴുത്ത് രീതിയും മാറിയതുകൊണ്ട് ഈ തരത്തിലുള്ള എഴുത്തുകാർ മാറിപ്പോയി എന്നുള്ളതാണ്. പക്ഷെ മാറിയാലും ഇന്നും അതിൻ്റെ പ്രസക്തി അതുപോലെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് മാപ്പിളക്കാരുടെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇത് പൊതുജനങ്ങളെ ഒന്ന് അറിയിക്കുക, അനുകൂലിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പക്ഷിപ്പാടിന്റെ 100ാം വാർഷികം കൊണ്ടാടാൻ വേണ്ടി തീരുമാനം. സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി കവിയും അധ്യാപകനും ഈ മാപ്പിള അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറുമായിട്ടുള്ള പത്ര ഭാഷയെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. അതുപോലെയുള്ള കുറേയധികം ആളുകൾ കവികളായി വർദ്ധിച്ച ഒരു പ്രദേശമാണ് കാസർഗോഡ് മോഹൻലാൽ. അതുപോലെ തന്നെ കാസർഗോഡ് അത്രയും തന്നെ അല്ലെങ്കിൽ അതിലേറെ മാപ്പിളപ്പാട്ടുകൾ എഴുതുന്നവരും മാപ്പിളപ്പാട്ട് മേഖലകളിൽ അസ്തിത്വം ഉണ്ടാക്കിയെടുത്തവരുമായി ഇവിടെ ഉണ്ട്. തന്നെയുമല്ല, ഇവിടെ വന്ന് ഈ യോഗത്തെ സംബന്ധിച്ച് എനിക്കുണ്ടായ ഒരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം ഒരു പ്രോഗ്രാമിൻ്റെ വരാൻ പോകുന്ന ഒരു സാഹിത്യ സമ്മേളനത്തിൻ്റെ പരിപാടിയുടെ ആഘോഷത്തിനെ പറ്റി ആലോചിക്കാൻ വേണ്ടി പല സമയങ്ങളിലും പലയിടങ്ങളിൽ ഇത്തരം പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ അവസരം കിട്ടുന്ന ഒരാളാണ് ഞാൻ. അക്കാദമിയുടെ പ്രധാന ഒരു പ്രവർത്തനം എന്ന നിലയിൽ ഇങ്ങനെ പോകാൻ അവസരം കിട്ടും. ഒരു സ്ഥലത്ത് എന്നാലും ഇതുപോലെയുള്ള ഒരു നിറഞ്ഞ സാന്നിധ്യം ഒരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല. ഒരു ആലോചനാ യോഗത്തിൽ അതല്ലെങ്കിൽ പരിപാടിക്ക് വേണ്ടി ഒന്ന് ആലോചിക്കാനും സ്വാഗതം പറഞ്ഞത്. അതിന് മുമ്പേ മൊഗ്രാലിലുള്ളവർ ഇവിടെ നിന്ന് സംസാരിച്ചു പോയി. ഇനി പരിപാടിയെ സംബന്ധിച്ച് ഞാനും ഞങ്ങളുടെ സെക്രട്ടറിയും കൂടി ഇന്ന് രാവിലെ കൊണ്ടോട്ടിയിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ വന്നതാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് വന്നു. ഞങ്ങൾ തൊട്ടടുത്ത റെസ്റ്റ് ഹൗസിൽ വന്നപ്പോൾ ഒരു 3 മണിയായപ്പോഴാണ് പ്രവർത്തകർ അവിടെ വന്ന് 4:04 തുടങ്ങുന്നു. അത് പറഞ്ഞിട്ടും 4:04 5 മണിയായപ്പോൾ നമ്മൾ പരിപാടി തുടങ്ങാൻ. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനും പറയാനും നമ്മുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ചർച്ച ചെയ്യാനും
കഴിഞ്ഞ 10-35 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ നടക്കുന്ന പരിപാടികളിൽ വളരെ സൗഹൃദത്തോടെ പങ്കെടുക്കാൻ അവസരം കിട്ടുന്ന ഒരാളാണ്. നടന്ന വിവിധ മത്സരങ്ങൾ വിദ്യാർത്ഥിയായിട്ടും അതുപോലെ വിവിധ നേരത്തെ മാഷ് പറഞ്ഞ കുട്ടി അടക്കം പങ്കെടുക്കുന്ന യോഗങ്ങളിലും ആ സംഘടനകളിലൊക്കെ പങ്കെടുത്ത ഒരാളാണ്. ഏറ്റവും അവസാനമായി ഒബൈസാഹിബിന്റെ ഒരു മത്സര പരിപാടി നടന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. മീൻകുട്ടി മാഷ്, ചാന്ദ്രഭാഷ, അതുപോലെ പിന്നെ ആരായിരുന്നു ഔപചാരിക രീതിയിലുള്ള ഒരു സ്മാരക പരിപാടി ഉണ്ടായിരുന്നില്ല. തനിമ അബ്ദുള്ളയെ പോലെയുള്ള എസ് മുഹമ്മദ് ഉണ്ണിയെ പോലെയുള്ള മൊഗ്രാൽ ഇബ്രാഹിമിനെ പോലെയുള്ള പേരുകൾ ഞാൻ പറഞ്ഞാൽ അവിടെ ഇവിടെയായിട്ടൊരു ഹമീദ് കോഴിയടുക്കത്തെ പോലെയുള്ള കുറേ അധികം ആളുകൾ എനിക്കും പേരുകൾ അനുഭവമുള്ള പാട്ട് നമ്മുടെ പക്ഷിപ്പാട്ടിലെ ആദ്യത്തെ കുറച്ച് വരികൾ പാടിപ്പോയ സിദ്ദീഖ് സ്ഥിരമായി ഉണ്ടാവുന്ന ഒരാളാണ്. നന്നായി പാടും. ഇന്ന് പാടിയത് അതിൻ്റെ ഒരു ആമുഖം എന്ന നിലയ്ക്ക് ഒരു ഓർക്കസ്ട്രേഷനൊന്നും ഇല്ലാതെയാണ് പാടിയത്. എന്നാലും അത് ഭംഗിയായി ഒരു പാട്ടിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അതിനുള്ള 10 വരികൾ ആമുഖമായി പാടുന്നത് അതിൻ്റെ ഒരു ദേവത കൂട്ടുന്ന വരുമായി. അപ്പോൾ അത് നന്നായി. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കുറച്ച് വാക്കുകൾ ഞാൻ പറയുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഞങ്ങളുടെ സെക്രട്ടറി നിങ്ങളോട് വിശദീകരിക്കും. അതോടൊപ്പം നിങ്ങളോട് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെയും മൊഗ്രാനിലും അതുപോലെ കാസർഗോഡിലെ വിവിധ ഭാഗങ്ങളിലും ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾ ഓരോരുത്തരുമായി ചർച്ചയിൽ പങ്കെടുക്കണം. എന്നിട്ട് കൃത്യമായ രൂപരേഖ തയ്യാറാക്കിയിട്ട് വേണം നമുക്ക് ഇങ്ങനെ പോകാം. അത് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ പാട്ടിനെ സംബന്ധിച്ച് വളരെ കുറഞ്ഞ 2 കാര്യങ്ങൾ പറഞ്ഞു വളരെ പെട്ടെന്ന് നിൽക്കാം. ഒന്നാമത്തെ ശബ്ദം ഒരു റെഡിയല്ലാത്ത 2-3 ദിവസങ്ങളായി യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ശബ്ദത്തിന് സ്റ്റോളം നടത്തുന്നത് പറയാൻ തീരെ കഴിയുന്നില്ല. എന്നാലും ഇങ്ങനെ ഒരു ഭാരവാഹിത്യം അല്ലെങ്കിൽ ഔദ്യോഗിക കർമ്മം ചെയ്യേണ്ടി വരുമ്പോൾ ഒന്നും കണ്ടാൽ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞു പോകുന്നത് ഒരു ഭംഗിയല്ലാത്തത് കൊണ്ട് മാത്രം കുറച്ച് കാര്യങ്ങൾ പറയാം. ആരംഭത്തിൽ ഇവിടുന്ന് ഒരാൾ പറഞ്ഞു പാട്ട് പ്രസ്ഥാനം കാവ്യ അല്ലെങ്കിൽ പക്ഷിപ്പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ കിളിപ്പാട്ട് പ്രസ്ഥാനം പോലെ തുഞ്ചൻ അല്ലെങ്കിൽ അവരെഴുതിയ കിളിപ്പാട്ട് പോലെയുള്ള പ്രസ്ഥാനമാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനമല്ല, ഒരു പാട്ട് വിഭാഗമാണ്. പ്രസ്ഥാനം വരുമ്പോൾ അതിൽ തുടർച്ചയായിട്ട് എന്തെങ്കിലും വരണം, അതല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കണം. അങ്ങനെ വളർന്നു വന്ന ഒരു പക്ഷിപ്പാട്ട് പ്രസ്ഥാനമാണ്. ഒരാള് ഒരു സംബന്ധിയായ കാര്യം ഒരാൾ പാട്ട് എഴുതി. ചില പാട്ടുകൾക്കൊക്കെ തുടർച്ചയുണ്ട്. മാലപ്പാട്ടുകൾക്ക് തുടർച്ചയുണ്ട്, വെള്ളപ്പാട്ടുകൾക്ക് തുടർച്ചയുണ്ട്, കിളിപ്പാടമല്ലേ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പാട്ട് വിഭാഗങ്ങളുണ്ട്. അതിനൊക്കെ തുടർച്ചയുണ്ട്. അതൊക്കെ പാട്ട് വിഭാഗങ്ങളാണ്. അതേസമയത്ത് അങ്ങനത്തെ ഈ പാട്ടിന്റെ അകത്തുള്ള ഒരു പാട്ട് വിഭാഗമല്ല പക്ഷിപ്പാട്ട്. ഇവിടുത്തെ അതിപ്രഗൽഭനായ എല്ലാ അർത്ഥത്തിലുള്ള ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്ത 1924 അദ്ദേഹത്തിന്റെ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചാണ് എൻ്റെ ഓർമ്മ. ഇവിടെ അത് പ്രസംഗിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ട് അദ്ദേഹത്തിന് നാട്ടിൽ നിന്ന് എല്ലാ സംഗതികളും ഏത് സമയത്ത് പ്രസിദ്ധീകരിക്കുകയും എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുക്കുകയും ചെയ്യുന്ന പ്രദേശത്തും അതിൻ്റെ സാങ്കേതികമായ വിശ്വാസപരമായ ചില കാര്യത്തിൻ്റെ പേരിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാവുകയും പ്രവാചകനെ അല്ലെങ്കിൽ ദൈവത്തിന് അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ ഖലീഫമാരെ 4 ആൾക്കാരെ വിഭാഗത്തിലെ ആൾക്കാരെ പറ്റിയൊക്കെ എന്ന് ആരോപണം വരികയും ആ ആരോപണത്തിന് പേരിൽ ആ പുസ്തകം അച്ചടിച്ച് പ്രസിദ്ധീകരിക്കാൻ വഴിയാതെയും വന്നപ്പോൾ അവസാനം പരപ്പനങ്ങാടിയിൽ വെച്ചിട്ട് 1924 അത് പ്രസിദ്ധീകരിച്ചാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ വർഷത്തേക്ക് ഏതാണ്ട് 100 വർഷം കഴിയാണ് 2025. അപ്പോൾ ഒരു 100 വർഷത്തെ കാലഘട്ടം കൊണ്ട് ആ പാട്ട് ഒരു മേഖലയിൽ ഒരു വിഭാഗം പാട്ട് വളർന്നൊന്നല്ല, അതൊരു പാട്ടുണ്ടായി. അദ്ദേഹം മാത്രം ഒരു കുടുംബത്തിൽ ഒരു കവി ഉണ്ടായതല്ല, ആ കുടുംബത്തിൽ ഒരുപാട് ആളുകളുണ്ടായി. അതിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരൊറ്റ പാട്ടുകൊണ്ട് ഇപ്പൊ വീട്ടിമാരെ പറ്റി പറയാനുണ്ട്. ഒത്തുപള്ളി എന്നൊരു പാട്ടുകൊണ്ട് അതിപ്രഗൽഭനായ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിലേക്ക് കയറിപ്പോയ ഒരു ഗായകനാണ് വീട്ടി. അതുപോലെ സ്വന്തം ഒറ്റ കൃതിയോട് കൃതിയായ ഒരു പട എഴുതിച്ചു. പക്ഷെ ഈ ഒരു കൃതി എത്ര കാലം കഴിഞ്ഞാലും
അദ്ദേഹം ആവേശത്തിൽ കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ പുസ്തകത്തിന്റെ പ്രചരണവും ജനാധിപത്യ സ്വഭാവവും ജനകീയതയും എത്രമാത്രം. അപ്പൊ ആ പാട്ടിന്റെ കഥ എന്ന് പറയുന്നത് അക്കാലത്ത് പല പാട്ടുകളും അങ്ങനെയൊക്കെ പല ആക്ഷേപകരമായ സംഗതിയുണ്ട്. ആരോ എഴുതി വെച്ച കഥ ഒരു പാട്ടാക്കി മാപ്പിളപ്പാട്ടിലേക്ക് ഉണ്ടാക്കിയതിന്റെ പേര് നാട്ടിൽ നിന്നോടാൻ വന്നാണ് മൊയ്യൂട്ടി വിളിച്ചത്. സ്വന്തം നാട്ടില് പള്ളിയിൽ പോയി വിളിച്ച് പ്രത്യേകമായി ശാസിച്ച കഥകളുണ്ട്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ പ്രദേശത്തൊക്കെ വന്നു. ഇവിടുത്തെ കവികളൊക്കെ സൗഹൃദം ഉണ്ടായി. മുഗളായി കവികളുടെ കൂട്ടത്തിലൊക്കെ വന്ന് നല്ല അനുദയവും ബന്ധങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ പലരും വെള്ളപ്പാട്ട് എഴുതി ഉണ്ടാക്കിയതിന് ശേഷമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്ന നീരസം അല്ലെങ്കിൽ ആലോചനം ആ പ്രദേശത്തുകാർക്ക് മാറിയത്. അത് സത്യത്തിന് അയാൾ ഉണ്ടാക്കിയ അയാളുടെ ഭാവനയിൽ വന്നൊരു കഥയൊന്നുമല്ല. എന്നാൽ പേർഷ്യക്കാരനായ ഒരാൾ എഴുതി വെച്ച ഒരു കഥ അത് മാപ്പിളപ്പാട്ടിലേക്ക് മാറ്റപ്പെടുത്തുന്നത് മാത്രമാണ് അദ്ദേഹത്തിൽ. എന്നിട്ട് അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നുള്ള രസം ഇതാ ഒരു കഥ. ആ കഥയ്ക്ക് പിന്നിൽ മറ്റൊരു കഥ കൊണ്ടിട്ട് നമ്മുടെ ഷിയാക്കൾ എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ഒരു വിഭാഗം, അതായത് പ്രവാചകന്മാരുടെ ഖലീഫമാരിൽ ആദ്യമായി ഖലീഫയാവേണ്ടത് അലിയാണെന്നും അല്ലെങ്കിൽ അലിയാണ് മറ്റ് സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രവാചകൻ, ഏറ്റവും അടുത്ത പ്രവാചകൻ ദൈവം അല്ലെങ്കിൽ ദൈവം മുഖാന്തരം സ്വർഗം വാഗ്ദാനം ചെയ്ത 10 പേരിൽ ഒരാൾ സ്വന്തം മകളെ വിവാഹം കഴിച്ചു കൊടുത്താലാണ്. പിന്നെ രണ്ടാമതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. പ്രവാചകന്റെ കൂടെ നിരവധി യുദ്ധങ്ങൾ ഒന്നിച്ച് പങ്കെടുത്തതാണ്. പ്രവാചകന്റെ പിതാവിന്റെ ജ്യേഷ്ഠന്റെ പുത്രനായവരാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആദ്യത്തിൽ അദ്ദേഹത്തിൽ വരേണ്ടതെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ അതാണ് പറഞ്ഞുകൊണ്ട് നന്നായിരുന്നത് എന്ന് ആലോചിച്ചൊരു വിഭാഗത്താണ് ഷിയാക്കൾ. ആ ഷിയാക്കളുടെ പ്രത്യേക ഭാര്യന്റെ സ്വഭാവമുള്ള ആളുകൾ അന്നും ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അത് തന്നെയല്ല, അവരുടെ സാന്നിധ്യം ഇങ്ങനെ വളർന്നു വരികയും ആ സജീവത പുലർത്തുകയും ചെയ്ത ആ കാലഘട്ടത്തിലാണ് ഈ മനസ്സിലാക്കിയ കഥ. ഇദ്ദേഹം പറഞ്ഞു പോയ സ്ഥലങ്ങളിലൊക്കെ എല്ലാ പാട്ടിന്റെ വരിയിൽ കാണുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ആ പാട്ട് പാടി തന്നെ പാടി തുടങ്ങിയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരു പക്ഷി, ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിലുണ്ടാവുന്ന വിശ്വാസ തകർച്ചയുടെ ഒരു കാര്യം. മനുഷ്യർ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, സ്ത്രീ പുരുഷന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എന്തെങ്കിലും മനസ്സിൽ പ്രയാസങ്ങളും പരസ്പരം വിശ്വാസങ്ങളും ഉണ്ടാവാറ്. അത് പറഞ്ഞു കേൾക്കാൻ ആളുകളുണ്ടാവാം. അങ്ങനെയുള്ളൊരു കേസ് കേൾക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ അത് കേരളത്തിലെങ്കിൽ നമ്മുടെ നാട്ടിൽ മലയുടെ മുകളിൽ അപ്പുറത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ നിന്ന് പറന്നു വന്ന അക്ബർ സർക്കാരിന്റെ പദവി പക്ഷിയുടെ പെൺപക്ഷി പ്രവാചകനായിട്ട് വരിക. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഒരു മുട്ടയിട്ടു, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഒരു മുട്ടയിട്ടു. അതിനോട് പെട്ടെന്ന് താല്പര്യക്കുറവ് തോന്നിയ അല്ലെങ്കിൽ സംശയം ജനിച്ച എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ആൺപക്ഷി എന്നെ കൂട്ടിൽ നിന്ന് പുറത്താക്കിയില്ല. അതിന് നിങ്ങളൊരു പരിഹാരം ഉണ്ടാക്കി തരണം. ആ പരിഹാരത്തിന് വേണ്ടി ലോകപ്രസന്നമായ ഒട്ടകത്തിനും മാനിനും അതുപോലെ ഏതൊക്കെ ജീവികളുണ്ടോ, മനുഷ്യരല്ലാത്ത നിരവധി ജീവികളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടുകൊടുത്ത ആളാണ് വിശ്വപ്രശസ്തനായ പ്രവാചകൻ. ആ കേസ് പറയുമ്പോൾ പ്രവാചകന്റെ ഏറ്റവും അടുത്ത ആളുകളായ 2-3 പേരെ ആ അക്ബർ എന്ന പക്ഷിയെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ വേണ്ടി. ഒരു ഇന്ത്യയിലെ ഒരു വലിയ എഴുത്തുകാരിയാണ്, വലിയ സാംസ്കാരിക പ്രവർത്തകയാണ്, ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയാണ്. അവര് സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ ഒരു പ്രസ്താവന ഇറക്കി. അത് തീരെ ഒരു കോടതിയിൽ നിന്ന് വരാൻ പാടില്ലാത്തൊരു പരാമർശമായിരുന്ന പ്രസ്താവന ഇറക്കുകയും ആ പ്രസ്താവന സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ആ ജഡ്ജിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ ജഡ്ജി വന്നൊരു പ്രസ്താവന നമ്മുടെ പത്രത്തിൽ വന്നു. അവരുടെ ഒരു കേസ് എൻ്റെ ബെഞ്ചിൽ വരികയാണെങ്കിൽ ഞാൻ അത് ക്ലിയർ ചെയ്യാൻ കൂട്ടാക്കില്ല എന്ന് ജഡ്ജി പ്രതികരിച്ചു. നമ്മുടെ 21-ാം നൂറ്റാണ്ടിൽ ഒരു ജഡ്ജിയെ ഒരു സുപ്രീം കോടതിയുടെ ജഡ്ജിമെന്റിനെ ഒരു വിമർശനാഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഒരു ജഡ്ജി പ്രതികരിക്കുകയാണ്. അപ്പോൾ ഇതിലൊരു ജഡ്ജിയുണ്ട്, പക്ഷിപ്പാട്ടത്തിന് ജഡ്ജിയുണ്ട്. ആ ജഡ്ജി ഒരു പക്ഷിയുടെ പരാതി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന മുഹമ്മദ് നബിയാണ് ആ ജഡ്ജി. ആ ജഡ്ജിയുടെ അടുത്ത് വന്നിട്ട് മുഹമ്മദ് നബി ദൂതൻ പറഞ്ഞേക്കണം, ഉമറിനെ പറഞ്ഞേക്കണം, ബിലാലിനെ പറഞ്ഞേക്കണം. ആ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ അള്ളാഹു ഞാൻ അങ്ങനെ ഒരു റസൂലിനെ അറിയില്ല, ഞാൻ അങ്ങനെ ഒരു ദൈവത്തിനെ അറിയാൻ പറഞ്ഞ ധിക്കാരം പറയുന്ന പക്ഷിയെ ആ
വർഷാവനായിട്ട് ബിലാൽ മടങ്ങി വരുന്നു. അത് കഴിഞ്ഞ് ഉമർ പോയിട്ട് വരുന്ന സമയത്ത് ഉമർ പറയാണ്, ഞാൻ എൻ്റെ ഒറ്റ വീട്ടിന് ആ വാർഡ് എന്നോട് കൊന്നോട്ടെ നബിയെ ചോദിക്കുകയാണ്. അപ്പോഴാണ് നബി എങ്ങനെയാണ് ന്യായാധിപൻ എന്തായിരിക്കണം എന്നുള്ള പാട്ട് പട്ടിപ്പാട്ടിലുണ്ട്. എന്താണ്, എന്താണ് ഉമറെ നീ പോയെത്തം ചൊല്ലുന്നു, അപ്പക്ഷി തന്നെ നീ കൊന്നു കളഞ്ഞെങ്കിൽ ഇപ്പക്ഷി തന്നൂടെ സങ്കീടം തീർക്കണ്ടേ. ജഡ്ജിന്റെ ഉത്തരവാദിത്തം എന്താ? പരാതിക്കാരുടെ പരാതി തീർക്കണം. അത് ജഡ്ജിനെ കുറ്റം പറഞ്ഞ് നോക്കാനല്ല. അത് ശരിക്കും സുപ്രീം കോടതി ജഡ്ജിക്ക് പക്ഷിപ്പാട്ട് പാടിക്കൊടുക്കണം നമ്മുടെ നയം പറഞ്ഞത്. അങ്ങനെയാണ് കലാസൃഷ്ടിക്ക് പ്രസക്തി ഉണ്ടാവുക. ആ രീതിയിൽ കാലം മാറുമ്പം കലാസൃഷ്ടിക്ക് പ്രസക്തി കൂടി വരും. അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു കാലത്ത് നമ്മൾ അന്ധവിശ്വാസമൊക്കെ പറഞ്ഞ കാലത്ത് ചില പ്രസക്തികളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാലം ഒരു കാലം കഴിഞ്ഞ് വായിക്കും. ഇപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വിശദമായി കേട്ടുകഴിഞ്ഞാൽ ഈ പക്ഷിപ്പാട്ടിന്റെ 100ാം വാർഷികം നാം എങ്ങനെ ആഘോഷിക്കണം, അതിൽ എന്തൊക്കെ പരിപാടികൾ ഉൾപ്പെടുത്തണം, അത് എത്ര തീയതി ചെയ്യണം, അത് എവിടെ വെച്ച് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള വിശദമായ ചർച്ചകളാണ്. ഒരു പൊങ്കാൽക്കാരൻ എന്ന നിലയ്ക്ക് പൊങ്കാലിലാണ് ഈ പക്ഷിപ്പാട്ട് ഉടലെടുത്തത് എന്ന ആ നിലയ്ക്ക് ഈ പക്ഷിപ്പാട്ടിന്റെ ആ ഉദ്ഘാടനം പൊങ്കാലിൽ വെച്ച് നടത്തണമെന്നാണ് എന്റെ അഭിപ്രായം. അത് എന്റെ അഭിപ്രായമാണ്. ഇവിടെ എല്ലാവരും ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇതിന്റെ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇതിന്റെ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാൻ ഇതിഹാസത്തിന്റെ തന്നെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം. പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ.
വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.